وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഒരു മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് പരിപൂർണമായ നിലക്ക് കബൂലാക്കട്ടെ. നമുക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ബന്ധുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മരണപ്പെട്ടവരാണെങ്കിൽ ബർസഖിയ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് എണ്ണമെടുക്കാൻ, എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്കാർക്കും സാധ്യമല്ലാത്ത വിധമുള്ള നിഅമത്തുകളാണ് അല്ലാഹു നമുക്കൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ അയാൾ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് നന്ദിയില്ലാത്തവൻ എന്നാണ്. ഇതേ പേരിലായിരിക്കുമോ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും കാണുന്നത് എന്ന് പേടിയോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നന്ദിയില്ലാത്തവന് അറബി ഭാഷയിൽ കാഫിർ എന്നാണ് പറയുക. അവിശ്വാസി എന്ന് കാഫിറിന് അർത്ഥമുണ്ട്, നന്ദിയില്ലാത്തവൻ എന്ന് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാണുന്നത് ഈ കാഫിർ എന്ന അഡ്രസ്സിലായിരിക്കുമോ, അഥവാ നന്ദിയില്ലാത്തവൻ എന്നുള്ള അഡ്രസ്സിലായിരിക്കുമോ? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്. തൻ്റെ ഇടം എത്തിയത് മുതൽ, അല്ലെങ്കിൽ ജനിച്ചത് മുതൽ നമുക്ക് ഇത്രയും പ്രായമാകുന്നതിൻ്റെ ഇടയിൽ എത്ര നിഅമത്തുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്നത്. അത് ഏതെല്ലാം ഭാഗത്തിലൂടെയാണ് ചെയ്തു തന്നത്. നല്ല ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ജനിച്ചത് മുതൽ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വിദ്യാഭ്യാസം, ജോലി, കുടുംബം, ആരോഗ്യം, എല്ലാ കാര്യങ്ങളും റബ്ബ് നിഅമത്തായി തന്നതാണ്. ആ നിഅമത്തിന്റെ വലുപ്പം അറിയണമെങ്കിൽ ഇതില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ദാനമായി, ധർമ്മമായി നമുക്ക് തന്നതാണ്. അതിന്റെ വില മനസ്സിലാണെങ്കിൽ അതില്ലാത്തവനിലേക്കൊന്ന് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തന്ന കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് എന്ത് നന്ദിയാണ് നമ്മൾ തിരിച്ചു ചെയ്തത്. ഒരു അൽഹംദുലില്ല പറയാനെങ്കിലും കൽബറിഞ്ഞ് ഒരു അൽഹംദുലില്ല പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കണ്ണ്, ഈ കണ്ണിന് നമുക്ക് വില അറിയില്ല. പക്ഷെ വില എപ്പോഴറിയാ? അതിന്റെ കാഴ്ച കുറയുമ്പോ, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുമ്പോ. ഇവിടെ നിന്ന് അങ്ങാടിയിൽ നിന്ന് പള്ളിയിലേക്കൊന്ന് പോകാൻ ഒരാൾ കൈ പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ വടി നമ്മുടെ കൂടെ കൊണ്ടെടുക്കേണ്ടി വരും. നമ്മുടെ കാല്, ഈ കാലിന് അല്ലാഹു ചെയ്തു തന്ന നിഅമത്താണ്. അതില്ലായിരുന്നെങ്കിൽ സമൂഹത്തിൽ നമുക്ക് വല്ല വിലയുണ്ടാവുമോ? നമുക്ക് സുഖമായി മോട്ടോർ സൈക്കിളും കാറുമൊക്കെ സുഖമായി യാത്ര ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഓരോന്നെടുത്തു നോക്കുക. നമ്മുടെ കുടുംബം, ജോലി, സമ്പത്ത്, സമ്പാദ്യങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാം റബ്ബ് തന്ന നിഅമത്താണ്. നമ്മുടെ നാവ്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ എന്ത് ശുക്റാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചെയ്തത്. നമ്മൾ നന്ദിയില്ലാത്തവരാണോ? അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ നന്ദിയില്ലാത്തവൻ എന്ന പേരിലാണോ നമ്മളൊക്കെ അറിയപ്പെട്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മാത്രമേ സമയം കിട്ടൂ. ചിന്തിക്കുകയാണെങ്കിൽ, അവന്റെ അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാനേ സമയം ഉണ്ടാവുള്ളൂ. എന്നാലും ശുക്ർ വിടൂല. കാരണം ആ അൽഹംദുലില്ലാഹ് പറയുന്നതും അള്ളാഹുവിന്റെ നിഅമത്തായിട്ടാണ്. അതിന് വീണ്ടും പറയണം അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിന്റെ നിഅമത്താണ്. വീണ്ടും പറയണം അൽഹംദുലില്ലാഹ്. തിരൂരിലേക്ക് അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തിലാണ് പോകുന്നത്.
അള്ളാഹു ശ്വാസം തരുന്നുണ്ട്, അള്ളാഹു ഊർജം തരുന്നുണ്ട്, അള്ളാഹു ആരോഗ്യം നിലനിർത്തി തന്നിട്ടുണ്ട്, ചിന്താശേഷി തരുന്നുണ്ട്. അള്ളാഹുവിന് തെറ്റ് ചെയ്യുമ്പോൾ പോലും അള്ളാഹുവിന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് നമ്മൾ അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഅസിയത്തിന്, തെറ്റിന് കാഠിന്യം കൂടുന്നത്. സയ്യിദ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു, അമ്ര എന്ന് പറഞ്ഞ ഒരാൾക്ക് ഞാൻ ഒരുപാട് ധിക്കാരം ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം തന്ന ആളോടല്ല നന്ദി കേട് കാണിച്ചത്, മറിച്ച് ഇത് തരുന്നവൻ അള്ളാഹുവാണ്. ഈ നിഅമത്തുകളൊക്കെ തന്നത് ഖാലിഖായ റബ്ബാണ്. തെറ്റ് ചെയ്യുന്നതും റബ്ബിനോടാണ്. അവിടെ ധിക്കാരത്തിന്റെ പവർ കൂടാണ്. മഅസിയത്തിന്റെ, തെറ്റിന്റെ കാഠിന്യം, അതിന്റെ ശിക്ഷ കൂടാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു നിഅമത്ത് വെച്ചിട്ടാണ് അള്ളാഹുവിനെതിരെ ചെയ്യുന്നത്. അള്ളാഹു കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് അള്ളാഹ്ക്കെതിരെ ചെയ്യുന്നത്. അതുകൊണ്ട് മഅസിയത്തിന്റെ ഗൗരവം കൂടുകയാണ്. ഇവൻ ഷാക്കിർ അല്ല, ഇവൻ പക്കാ കാഫിറാണ്, ഒരിക്കലും നന്ദിയില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് അവൻ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്മാരെല്ലാവരും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ, അൽഹംദുലില്ലാ പറയാൻ വലിയ ബാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയുടെ തുടക്കത്തിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ദുആ ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ ഒരു പ്രസംഗം ആരംഭിക്കുന്നത് അൽഹംദുലില്ലാ പറഞ്ഞിട്ടാണ്. ഏതൊരു സംസാരം ആരംഭിക്കുമ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞിട്ടാണ് ആരംഭിക്കേണ്ടത്. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് കയ്യും കണക്കില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ അള്ളാഹു ചെയ്തു തന്ന നിഅമത്ത് എണ്ണുകയാണെങ്കിൽ അത് എണ്ണി തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് തെറ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു ഒരു നിഅമത്ത് ചെയ്തു തന്നിട്ട് അൽഹംദുലില്ലാ പറഞ്ഞില്ല എന്നുള്ളതൊരു തെറ്റാണ്, നന്ദികേടാണ്. അതിലപ്പുറം രണ്ടാമത്തത്, അള്ളാഹു ഒരു കണ്ണ് നല്ല വഴിക്ക് പോകാനും ഹൈറായത് തെരഞ്ഞെടുക്കാനും നടക്കുമ്പോ തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കാനും വെളിച്ചം കാണാനും ഭാര്യയെ കാണാനും മക്കളെ കാണാനും ഖുർആനിലേക്ക് നോക്കാനും പള്ളിയിലേക്ക് സുഖമായി പോകാനും ജോലി സുഖമായി കൃത്യമായി ചെയ്യാനും തന്നതാണ് ഈ കണ്ണ്. ആ കണ്ണ് അള്ളാഹു ഇഷ്ടമില്ലാത്തതിൽ നമ്മൾ ചെലവഴിച്ചാൽ തെറ്റിന്റെ ഗൗരവം കൂടുകയാണ്, പാപത്തിന്റെ വലിപ്പം കൂടുകയാണ്. ഈ അനുഗ്രഹങ്ങൾ ചെയ്ത ആളോടാണ് ധിക്കാരം കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പാപങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിന്ന് അള്ളാഹുലേക്ക് അടുക്കാൻ, തെറ്റുകളിൽ നിന്ന് പരമാവധി മുക്തരായി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കാൻ നമ്മളൊക്കെ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തുകളൊക്കെ നമുക്ക് ചെയ്തത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തുകളൊക്കെ നമുക്ക് ചെയ്തു തന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തുകളൊക്കെ നമുക്ക് ചെയ്തു തന്നത് ഇബാദത്തിന് വേണ്ടിയാണ്. കാരണം ഈ ജീവിതം, ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ തന്നെ ലക്ഷ്യം ഇബാദത്താണ്. അപ്പൊ കണ്ണ് തന്നത് എന്തിനാ? ഇബാദത്തിന്. നാവ് തന്നത് ഇബാദത്തിന്. ദിക്ർ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റണല്ലേ? നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് നാവ് കൊണ്ട് ചെയ്യാൻ പറ്റണത്? എല്ലാ നിഅമത്തുകളും അള്ളാഹു തന്നത് ഇബാദത്ത് ചെയ്യാൻ. കണ്ണ് തന്നത് ഇബാദത്ത് ചെയ്യാനാ. കാല് തന്നത് നല്ല കാര്യങ്ങളിലേക്ക് നടന്നു പോവാനാ, അല്ലെങ്കിൽ ജോലിക്ക് പോവാനാണ്. അതൊക്കെ ഇബാദത്തും താഅത്തുമാണ്. മക്കളെ പോറ്റുക, കുടുംബം പോറ്റുക, ഇതൊക്കെ താഅത്താണ്, ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന് മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം ഇബാദത്താണ്. ഇത് മനസ്സിലാക്കിയവരാണ് ഔലിയാക്കൾ, ഇത് മനസ്സിലാക്കിയവരാണ് സലഫു സ്വാലിഹീൻ. അള്ളാഹു എന്നെ എന്തിനീ ഭൂമിയിലേക്ക് അയച്ചു, ഈ തിരിച്ചറിവ് നമുക്കില്ല. ഇതുള്ളവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് ഓരോ സെക്കൻഡിനും അവർ വില കണ്ടിരുന്നു. അവർ നല്ല കാര്യങ്ങൾക്ക് മാത്രം സമയം ചെലവഴിച്ചിരുന്നു. കാരണം അള്ളാഹുവിനെ എന്തിനാണ് ഇങ്ങോട്ട് വിട്ടതെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. ഈ ബോധ്യം നമുക്കില്ലാത്തതാണ് പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇവിടെ അള്ളാഹു നമ്മളങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്ത് സ്വർഗം നേടുന്ന ഭാഗ്യവാന്മാരിൽ പെടാൻ വേണ്ടിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലർക്കും അതിന് കഴിയൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതം തന്നതിന്റെ തന്നെ ലക്ഷ്യം ഇബാദത്ത് ചെയ്യാൻ.
അപ്പൊ നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, കൈ, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അള്ളാഹു തന്ന സമ്പത്തും എന്തിനു ചെലവഴിക്കണം? ആഖിറ വിജയത്തിന് ചെലവഴിക്കണം. കാരണം ഈ നിഅമത്തുകളൊക്കെ തന്നത് ആഖിറ വിജയത്തിന് വേണ്ടിയാണ്, ഇബാദത്തിന് വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു തന്ന എല്ലാം നമ്മൾ എന്തിനു ചെലവഴിക്കണം? ആഖിറ വിജയം കിട്ടാനും സ്വർഗം കിട്ടാനും. അതിനാണ് നമ്മളിതൊക്കെ ചെലവാക്കേണ്ടത്. ഇപ്പൊ ഉദ്ഹിയ്യത്തിന്റെ സമയമാണ്. ഉദ്ഹിയ്യത്ത് പല ആളുകൾക്കും ഒരു 10,000 രൂപ ഒരു ഷെയർ കൂടാൻ മടി ഉണ്ടാവും. സത്യത്തിൽ ഉദ്ഹിയ്യത്ത് മുഅക്കദായ സുന്നത്താണ്. പെരുന്നാൾ ദിവസത്തിന്റെ അന്നത്തെ നമ്മൾ ചെലവെടുക്കൽ നിർബന്ധമായ നമ്മുടെ ആശ്രിതരുടെയും താമസം, ഭക്ഷണം, വസ്ത്രം ഇത് കഴിച്ചിട്ട് ഉദ്ഹിയ്യത്തിനുള്ള പൈസ ഉണ്ടെങ്കിൽ, അതായത് ഒരു 25,000 റുപ്യ നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുഅക്കദായ സുന്നത്താണ് ഉദ്ഹിയ്യത്ത് ഇറക്കുക. അത് വലിയ കോടീശ്വരന്മാരെ ഇറക്കേണ്ടതല്ല. 25,000 റുപ്യ ഉണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ വാടകയും ഭക്ഷണവും അന്നത്തെ ദിവസമേ കൂട്ടുള്ളൂ. ബാക്കി അള്ളാഹു തരും. 25,000 റുപ്യ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉദ്ഹിയ്യത്ത് സുന്നത്താണ്. പക്ഷേ 10,000 റുപ്യന് മുടക്കാൻ നമുക്ക് മടി ഉണ്ടാവും. കാരണം ഇതിന്റെ ഗൗരവം, ഇതിന്റെ വില നമുക്കറിയില്ല. നമുക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഏത് കാര്യങ്ങൾ പറയുമ്പോഴും പറയുന്നതിന്റെ 10 ഇരട്ടി ജീവിതത്തിൽ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരുന്നു. യുദ്ധക്കളത്തിൽ വെച്ച് സഹാബത്തൊക്കെ പട്ടിണി അടക്കേണ്ട സാഹചര്യം വന്ന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വയറ്റത്ത് 2 കല്ലായിരുന്നു. കാരണം അവരെക്കാൾ വിശപ്പുണ്ട്. ലക്ഷക്കണക്കിന് ദിർഹമും ദീനാറും ഡെയിലി കയ്യിൽ വന്നു പോകുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളോളം വീട്ടിന്റെ അടുപ്പ് പോഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. എത്രയോ ദിവസങ്ങൾ പച്ചവെള്ളവും കാരക്കയും കഴിച്ച് കുടുംബം ജീവിച്ചിട്ടുണ്ട്. സാധാരണ കള്ളപ്രവാചകന്മാരുടെ ഒരു ശൈലി സമ്പത്തുണ്ടാക്കി സുഖമായി ദുനിയാവിൽ ജീവിക്കലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പൈസ കയ്യിൽ വന്നാലും അതൊക്കെ ഒഴിവാക്കിയത്. ഓലപ്പായിൽ കിടക്കുമായിരുന്നു. അവിടുന്ന് ഒരു ബെഡ് വാങ്ങാൻ ലൈറ്റല്ല. വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. എനിക്കിതൊന്നല്ലടോ വേണ്ടത്, എനിക്ക് ഇതിനേക്കാൾ അപ്പുറം വലിയൊരു സുഖം റബ്ബ് കരുതി വെച്ചിട്ടുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. പറഞ്ഞ എല്ലാ കാര്യത്തിന്റെയും 10 ഇരട്ടി ജീവിതത്തിൽ കാണിച്ചു തന്ന ആളാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് എത്ര എണ്ണമാണ് അറുത്തത്? 63 വയസ്സാ. 63 വയസ്സായിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 63 ഒട്ടകങ്ങൾ അറുത്തു. ഒട്ടകത്തിന്റെ വില നമ്മളെ മാടിനേക്കാൾ വില ഉണ്ടാവും. 63 ഒട്ടകങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുത്തു. ഇത് നമ്മുടെ പ്രവാചകനാണ്, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവാണ്. അവരെ അനുകരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ ഉദ്ഹിയ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ബാക്കോട്ട് നിൽക്കേണ്ട, അല്ലെങ്കിൽ മടി കാണിക്കേണ്ട ഒരു വിഷയമേ ഇല്ല. എന്ന് മാത്രമല്ല, ഉദ്ഹിയ്യത്തിന്റെ ഗൗരവം അലിയാർ തങ്ങളോട് പറയണം, അലി, ഞാൻ മരിച്ചാൽ എന്നെ തൊട്ട് അറുക്കണം എന്ന് വസിയ്യത്ത് പോലും ചെയ്തു വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ്. അത്രയും പ്രധാനമാണ് ഉദ്ഹിയ്യത്ത്. ഞാൻ മരിച്ചാൽ മറ്റുള്ള ഇബാദത്തുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ ഇബാദത്തും ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ തൊട്ട് ഇതൊക്കെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്ഹിയ്യത്തിന്റെ കാര്യം പറഞ്ഞു, അലി, ഞാൻ മരിച്ചാൽ എന്നെ തൊട്ട് ഇത് ചെയ്യണം കേട്ടോ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു 2 ആട് അറുക്കുമായിരുന്നു. ഒന്ന് തന്നെ തൊട്ട്, മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ അറുക്കുന്നതെന്ന് അലിയാർ തങ്ങളോട് ചോദിച്ചപ്പോൾ അമറനി ബിഹി ഫലാ അദഉഹു അബദാ. ഇത് മുസ്തഫ നബി എന്നോട് പറഞ്ഞതാണ്, ഇത് ഞാൻ ഒഴിവാക്കൂല എന്റെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോഴും ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറഞ്ഞിട്ടാണ്. അത്രയും വലിയ പുണ്യമായതുകൊണ്ടാണല്ലോ വസിയ്യത്ത് ചെയ്യുന്നത്. മരണപ്പെടുന്ന ആളുകൾക്ക് അവിടെ ഒരു മസല കൂടിയുണ്ട്. മരണപ്പെട്ട ആളുകൾ അവർ മരിക്കുന്നതിന് മുമ്പ് നമ്മളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ തൊട്ട് നമുക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാം. വസിയ്യത്ത് ചെയ്തില്ലെങ്കിൽ അവരെ തൊട്ട് ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റൂല. എങ്കിലും നമ്മൾ അറുക്കുന്നതിൽ കൂലി അവർക്കൊക്കെ നമ്മൾ ഹദിയ ചെയ്യാം. ഖബറാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ വലിയ ബേജാറിലാണല്ലോ ഇപ്പൊ ഖബറിലുള്ള ആളുകൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളൊക്കെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആളുകളായിരിക്കും. കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കൂടെ അതിന്റെ കൂടെയാണ് കരുതിയാൽ കൂലിയിൽ അവരെ പങ്കുചേർക്കുക. അത് എത്ര ആളെയും പങ്കുചേർക്കുക? 7, 10, 16
എത്ര ആളും പറ്റും. കൂലിയിൽ പങ്കെടുക്കുക. അവരെ തൊട്ട് അറക്കാൻ പാടില്ല. അവരെ തൊട്ടറക്കണമെങ്കിൽ അവരുടെ വസിയത്ത് വേണം. മറിച്ച് നമ്മൾ അറക്കുന്നതിൽ നമ്മളൊരു ഷെയറാണ്, 10,000 ഒരു ഷെയറിലാണുള്ളതെങ്കിൽ മരണപ്പെട്ട ഉമ്മാക്കും മരണപ്പെട്ട വാപ്പാക്കും വല്ലിപ്പാക്കും വല്യമാക്കും ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ കൂലിയിൽ ഷെയറാക്കലായി. അത് അവർക്ക് വലിയ ഗുണമായിരിക്കും. അപ്പൊ ഏതാവട്ടെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്ത ഈ സമ്പത്ത് എന്ത് ചെയ്തു? 63 ഉദ്ഹിയ മൃഗത്തെ അറുത്തു എന്നാണ് ചരിത്രം. നമ്മുടെ സമ്പത്തിന്റെ അളവനുസരിച്ച് നമ്മൾ എത്ര ഇറക്കേണ്ടി വരും? ഒരു ഷെയർ മതിയാവോ? എന്നാൽ അത് തന്നെ അറക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. സമ്പത്ത് ചെലവാക്കുന്ന വിഷയത്തിൽ ഇത് നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? 10,000 റുപ്യക്ക് അറുവിന് കൊടുക്കുകയാണെങ്കിൽ വല്ലാത്ത മടിയാണ്. അപ്പൊ അതിന് ഉദ്ഹിയത്തിന് അവൻ തയ്യാറല്ല. പിന്നെ അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അത് 10,000 കൊണ്ട് നിൽക്കണില്ല, 20 കൊണ്ട് നിൽക്കണില്ല, 30 കൊണ്ട് നിൽക്കണില്ല, 50 കൊണ്ട് നിൽക്കണില്ല. ഇപ്പൊ എന്തുണ്ടായി? ഒരു പക്ഷേ ഉദ്ഹിയത്ത് അറുത്തിരുന്നെങ്കിൽ ഈ മുസീബത്ത് വരില്ലായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ 10,000 ചെലവഴിക്കാൻ മടി കാണിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നൊന്നും പറയാൻ പറ്റാത്തൊരു മാർഗത്തിൽ 40,000 50,000 കളയേണ്ടി വന്നു. ഇത് ഹദീസിൽ വന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആഫത്തുകൾ തട്ടി നീക്കപ്പെടുമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വനായുൽ മഅറൂഫ് തഖി മസാരിഅ സൂഇ വൽ ആഫാത്തി വൽ മുഹ്ലികാത്ത്. ആപത്ത് മുസീബത്തുകൾ തട്ടി നീക്കപ്പെടും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ. അപ്പൊ ഉദ്ഹിയത്ത് ഒരു 10,000 റുപ്യ കൊടുത്ത് ഉദ്ഹിയത്ത് അറുക്കാൻ മടി കാണിച്ചേണ്ട കാര്യമില്ല. ചിലപ്പോ 40,000 50,000 മുസീബത്തുകളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാരണത്താൽ നമ്മൾ ഇന്ന് തട്ടി നീക്കുക. ഏതാ ലാഭം? ഇവിടെ 10,000 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണോ 40ഉം 50ഉം വെറുതെ നഷ്ടപ്പെടുന്നതാണോ? ഇതല്ലേ ലാഭം? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ, ശരീരമാവട്ടെ ആരോഗ്യമാവട്ടെ സമ്പത്താവട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ അതൊക്കെ ചെലവഴിക്കാനും അതൊക്കെ ആഖിറം വിജയകരമായി നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അല്ലാതെ ഈ സമ്പത്ത് കൊണ്ട് എന്താണ് എന്റെ മുഅ്മിനീങ്ങളെ കാര്യം? പാവപ്പെട്ട ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് പറഞ്ഞു, നബിയെ, സമ്പത്തുള്ള ആളുകൾക്ക് പല നന്മകളും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടം. എന്താ അതിനർത്ഥം? സമ്പത്തുള്ള ആളുകൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജിന് പോവാം, സമ്പത്തുള്ള ആളുകൾക്ക് ഉദ്ഹിയത്ത് അറുക്കാം, സമ്പത്തുള്ള ആളുകൾക്ക് സ്വതക്ക കൊടുക്കാം. ഇതൊക്കെ സമ്പത്ത് അള്ളാഹു തന്നത് ഇതിനെയാണ്. ഇത് അവർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണുള്ളത്? ഞങ്ങൾക്ക് എന്താണുള്ളത് നബിയെ? സമ്പത്തില്ലല്ലോ. അപ്പൊ ഈ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയി, നമുക്കൊന്നും അതിന് സാധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ യാത്രയിലും അവരുടെ ഇബാദത്തുകളിലൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റി നൽകട്ടെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഈ സമ്പത്ത് എന്ന അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മളൊക്കെ ചെലവഴിക്കേണ്ടത്. എന്നിട്ട് അതുകൊണ്ട് ആഖിറം വാങ്ങണം. ഇതായിരുന്നു സഹാബത്തിന്റെ കൂട്ടത്തിൽ ലക്ഷപ്രഭുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആഖിറം വാങ്ങാൻ, ആ സമ്പത്ത് ആഖിറം വാങ്ങാനാണ് ഉപയോഗപ്പെടുത്തിയത്. അതാണ് ബുദ്ധിയുള്ള ആള് ചെയ്യേണ്ടത്. അള്ളാഹു തന്ന സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ആഖിറം നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ നമ്മളൊരു യാത്ര പോകുമ്പോ, നാളെ കോഴിക്കോട് പോകണ്ട 6 മണിക്ക് ഇന്ന് തന്നെ വിളിച്ച് നമ്മൾ അതിന്റെ വാഹനം റെഡിയാക്കും. അടുത്ത ആഴ്ച ഒരു സിയാറത്ത് പോവാണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെ ഡൽഹി പോവാണ്ട്, അതിനുള്ള വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും. ഏത് യാത്രക്കൊരുങ്ങുമ്പോഴും അതിനുള്ള വണ്ടി, ദൂരയാത്രകൾക്കൊക്കെ നേരത്തെ തന്നെ വാഹനം നമ്മൾ ബുക്ക് ചെയ്യും. ഏറ്റവും ദുർഘടമായൊരു പാതയിലൂടെ നമുക്കൊക്കെ ഒരു യാത്ര ചെയ്യാനുണ്ട്. ഏതാണത്? സിറാത്തിലൂടെയുള്ള യാത്ര. എന്തായിരിക്കും ഫലം എന്ന് അയിമ കേറുമ്പോ മാത്രമേ അറിയുള്ളൂ. ഏറ്റവും ദുർഘടമായ വഴിയിലൂടെ അപകടകരമായ സാഹചര്യത്തിൽ നമുക്കൊക്കെ ഒരു യാത്ര ചെയ്യാനുണ്ട്. അത് സിറാത്തിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രക്ക് എന്ത് വണ്ടിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്? അത് ഉദ്ഹിയത്താണ്. ചെയ്തവർക്കുണ്ടാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിമു ദഹായാക്കും,
ഉദ്ഹിയത്ത് മൃഗത്തെ വലുതാക്കിക്കോളി. കാരണം ഫഇന്നഹ അലസ്സിറാത്തി മതായാക്കും, അത് നാളെ സിറാത്തുമ്മേ നിങ്ങൾക്കുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് വലുതാക്കിക്കോളി. ഒരു ഷെയർ കൂടാൻ പറ്റുന്ന ആളുകൾ 1, 2 പറ്റണോല് 2, 3 പറ്റണോല് 3, ഒന്നേ എടുക്കാവൂ എന്നൊന്നുമില്ല. കാരണം അദ്ദിമൂലഹായാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലുതാക്കിക്കോളി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 അറുത്തത്. ഒട്ടകം 63 ഒട്ടകം. അപ്പൊ നമ്മുടെ നാളത്തെ യാത്രക്കുള്ള വണ്ടി നമ്മൾ റെഡിയാക്കണം. സിറാത്ത് നമുക്ക് സുഖമായി നമുക്ക് പോകാനുള്ള വണ്ടി. മറ്റേ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഈ ഉദ്ഹിയത്തിന്റെ മൃഗങ്ങൾ നാളെ നമുക്ക് ഷഫീആയി വരും. നാളെ യാത്രയിൽ, നാളെ ദുർഘടമായ വഴിയിലൂടെ പ്രയാസകരമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഹെൽപ്പായിട്ടുണ്ടാവും ഈ മൃഗമായിരിക്കുന്ന. അതുകൊണ്ട് ഉദ്ഹിയത്തിന്റെ കാര്യത്തിൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും അതിനെ എത്രത്തോളം വലുതാക്കി ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ വലുതാക്കി ചെയ്യുമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു, മൻ വജദ സഅതൻ ലിഅൻ യുദഹി, ഉദ്ഹിയത്ത് അറുക്കാൻ ഒരാൾക്ക് ശേഷി ഉണ്ടായി, ഫലം യുദഹി, എന്നിട്ട് ഉദ്ഹിയത്ത് അറുത്തില്ല, ഫലാ യഹ്ദുർ മുസല്ലാന, ഓൻ പിന്നെ നിസ്കരിക്കാൻ വരണ്ട. പിന്നെ നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല എന്നുള്ള അർത്ഥത്തിനല്ല, അത് താക്കീതായിട്ട് പറയും. ഇജ്ജ് കണ്ട് കയറണ്ടെന്ന് അറിയില്ല, ഉദ്ഹിയത്ത് അറുത്തില്ലേ വിനച്ചിട്ട് കയറണ്ട. ഇത്രയും ഗൗരവമുള്ള മുഅക്കദായ സുന്നത്താണ്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നാലാക്കി ഇറച്ചി കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല, നാളെ നമുക്ക് സുഖമായിട്ട് ഇറച്ചിക്ക് കേടില്ലാതെ ആഖിറത്ത് കൂടി പോകാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ സുഖത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ആളുകളാണ് നമ്മൾ. ഉദ്ഹിയത്തിന്റെ വിഷയത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും ഒരു ഷെയറെങ്കിലും നമ്മളൊക്കെ അതിൽ കൂടി നമ്മുടെ നാളത്തെ ആഖിറ വിജയം സുരക്ഷിതമാക്കണം, ഉറപ്പുവരുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ മക്കൾ എപ്പോഴും പറയുമ്പോഴൊക്കെ പറയാനുള്ളത് മക്കളെ സംബന്ധിച്ചാണ്. കാരണം ഒരു കവി പറഞ്ഞു, ദുന്യാവിലൂടെ അങ്ങനെ നടക്കണ കരൾ കാണണമെങ്കിൽ മക്കളിലേക്ക് നോക്കൂന്നാണ്. നമ്മളെ കരള് പോലെയാണ് നമ്മുടെ മക്കൾ. നമുക്ക് വേദനിച്ച അവർക്ക് വേദന, അല്ല അവർക്ക് വേദനിച്ച നമുക്ക് വേദന. അവർക്ക് എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും, ഒരു പ്രയാസം വരുത്തൂല. സമയാസമയം ഭക്ഷണം, നല്ല ഉയർന്ന വിദ്യാഭ്യാസം, നല്ല സ്കൂളിലെ നമ്മൾ ചേർക്കൂ, നല്ല വസ്ത്രം കൊടുക്കൂ. സ്വന്തം ശരീരത്തിനേക്കാൾ മക്കളെ നമ്മൾ മുന്തിക്കും. പക്ഷെ നമ്മുടെ ഈ മോൻ നാളെ ആഖിറത്തിൽ എന്തായിരിക്കും? ഒരു കുട്ടി തീയിന്റെ അടുത്ത് പോകുമ്പോ ഉമ്മ പറയും, മോനെ അതിന്റെ അടുത്ത് പോവല്ല, കൈ പൊള്ളും. ചൂടുള്ള സാധനങ്ങൾ ആ കുട്ടിന്റെ കൈ തട്ടുന്ന സ്ഥലത്ത് വെക്കൂല. ഇതേ ചൂട്, ഇതിന്റെ എത്രയോ ഡബിൾ ഡോസ് ചൂടല്ലേ ഖബറിലുള്ളത്. അപ്പൊ ഈ ഖബറിൽ കുട്ടി രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? മഹ്ശറിന്റെ പ്രയാസം എത്രയാണ്, അവിടെ നമ്മളെ കുട്ടി രക്ഷപ്പെടണ്ടേ? സിറാത്തിന്റെ പ്രയാസം എത്രയാണ്, അവിടെ ഈ മോൻ രക്ഷപ്പെടണ്ടേ? ഇതിനുള്ള വഴി എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തരത്തിലുള്ള വഹ്യ് നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക്. ഒന്ന് വഹ്യു തക്വീൻ, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രം. അതിൽപ്പെട്ടതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കപ്പലുണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അറിവ് നൽകിയത്. അതുപോലെ ലോഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ പല പ്രവാചകന്മാർക്കും അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. പ്രപഞ്ചത്തിൽ അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളായ കാര്യങ്ങളെ എങ്ങനെ പ്രയോഗിച്ച് ജീവിതത്തിന് ഉപകരിക്കാം എന്ന വഹ്യ് അല്ലാഹു നൽകിയിട്ടുണ്ട് അമ്പിയാക്കൾ. അതാണ് പിന്നീട് പല ശാസ്ത്രങ്ങളായി രൂപപ്പെട്ട് ഇന്നൊക്കെ നമ്മളെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നത്. വേറൊരു വഹ്യു തശ്രീഅ്, അത് ആഖിറത്തിൽ എങ്ങനെ വിജയിക്കാം, മറ്റേ ദുനിയാവിൽ എങ്ങനെ വിജയിക്കാം. വഹ്യു തശ്രീഅ് ആഖിറത്തിൽ എങ്ങനെ വിജയിക്കാം, അത് മതപരമായ മദ്രസയിലും ദർസിലും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. ആഖിറത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളത്. അവിടെ നമ്മുടെ മക്കൾക്ക് ഭൗതികമായി ഒരു അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി വേണം. മെയ് മാസം 2ാമത്തെ ഞായറാഴ്ച മാതൃദിനം, ജൂൺ മാസം 3ാമത്തെ ഞായറാഴ്ച പിതൃദിനം. അന്ന് ഉമ്മാന്റെയും വാപ്പാന്റെയും കൂടെ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ
മലക്ക് അവിടെ എഴുതി വെക്കുവോ, മാതാപിതാവിനോടുള്ള കടമകൾ ഇവൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. മാതൃദിനവും പിതൃദിനവും കൊണ്ടൊന്നും അവരോടുള്ള ബാധ്യത, ഒരു ഫോട്ടോ എടുത്ത് കേക്ക് മുറിച്ചാൽ ബാധ്യത തീരൂല. ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? മക്കൾക്ക് മതബോധം ഇല്ലാത്തത് കൊണ്ടാണ്. കൃത്യമായി മദ്രസ പഠനം ലഭിച്ചൊരു കുട്ടി സ്കൂളിൽ തുടർ പഠനമുള്ളതുപോലെ മദ്രസയിലും തുടർ പഠനമുണ്ട്. നമ്മുടെ നാട്ടിൽ സ്വദേശി ദർസുകളുണ്ട്. അതല്ലാതെ തന്നെ ഇശാ മഗ്‌രിബിനിടയിൽ 4ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പള്ളിയിൽ വെച്ച് ക്ലാസ്സുകളുണ്ട്. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാതിരുന്നാൽ കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? പ്രായമാവുമ്പോ അവർക്ക് നമ്മൾ വേണ്ടാതാവും. അവർക്ക് ഉമ്മ വാപ്പാന്റെ വില അറിയില്ല. കാരണം അത് സ്കൂളിൽ പഠിക്കില്ല. ധാർമ്മിക ബോധങ്ങൾ മതത്തിലൂടെ ലഭിക്കുള്ളൂ. ഉമ്മയാര് വാപ്പയാര് എന്ന് മക്കൾക്ക് തിരിച്ചറിയില്ല. അറിവുണ്ടാവും അവർക്ക്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അറിയും. ഉമ്മാനെയും വാപ്പാനെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് ഉയർന്ന ജോലി കിട്ടുമ്പോ, ലണ്ടനിലും ഓസ്ട്രേലിയയിലും ജോലി കിട്ടുമ്പോ ഭാര്യയും മക്കളെയും കൂട്ടിയാണ് പോവും. തന്തിയും തള്ളി ഇവിടെ ഒറ്റക്ക്. ഈ അടുത്തൊരു ഹൈദ്രോസ് മുസ്ലിയാരും ഭാര്യയും ഒരു വീട്ടിൽ ഒറ്റക്ക് താമസിക്കുക. നോക്കാൻ മക്കളില്ല. രണ്ടുപേരും വീട്ടിൽ ഇരുന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആളുകൾ ചെന്ന് നോക്കുന്നത്. അപ്പൊ ശരീരമൊക്കെ ആകെ ഉണങ്ങി പിടിച്ച് ദ്രവിച്ചു വയ്ക്കണം. 2 ആഴ്ചയ്ക്കാണ് മരിച്ചിട്ട്. കസാലയിൽ ഇരുന്ന് ഇരിപ്പിൽ മരിച്ചിക്കുക. ഭാര്യക്ക് കണ്ണു കാണൂല. ഹൈദ്രോസ് മുസ്ലിയാര് വയസ്സായിക്കണം 2 ആൾക്കും. അങ്ങനെ കസാലയിൽ ഇരുന്ന് വെള്ളം കിട്ടാതെ അങ്ങനെ മരിച്ചുപോയി. പിന്നെ ഭാര്യ മരിച്ചുപോയി. 2 ആഴ്ച കഴിഞ്ഞിട്ടാ മനുഷ്യന്മാരറിയണത്. പ്രായമായ തന്തനെയും തള്ളിനും നോക്കാൻ ബോധം ഉണ്ടാവണമെങ്കിൽ കുട്ടികൾക്ക് മതബോധം വേണം. അതുകൊണ്ട് മദ്രസ, ഈ വർഷമൊക്കെ നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ വളരെ കുറവാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് ഉമ്മമാർ ചെയ്യുന്നതെന്നറിയോ? കുട്ടികൾക്ക് പഠനം സുഖകരമാകാൻ വേണ്ടി സ്കൂളിൽ നിന്ന് തന്നെ മദ്രസ പഠനമുണ്ട്. ആ മദ്രസ പഠനം കൊടുക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ മദ്രസക്ക് വരുന്നില്ല. ഇങ്ങനെ കുട്ടികളെ പൊന്തിച്ച് 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 ഇങ്ങനെ കൊണ്ടിടന്നിട്ട് ലാസ്റ്റ് ഈ കുട്ടികൾ ഈ തള്ളൻ ഒറ്റ ഇടലിടും. തിരിഞ്ഞു നോക്കാൻ ഈ കുട്ടികളെ കിട്ടൂല. കുട്ടികൾ ഖുർആൻ പഠിക്കണം, ഫിഖ് പഠിക്കണം. കുട്ടികൾ നല്ലതായ ദീനിന്റെ ധാർമ്മികമായ വശങ്ങൾ പഠിക്കണം. അതിന് മദ്രസയും സ്വദേശി ദർസും നമ്മുടെ പള്ളി ദർസുകളും ഒക്കെ അതിന് ഗുണകരമായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് പേരക്കുട്ടികളെയും മക്കളെയും കാര്യത്തിലൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നാളെ നമ്മളെ തിരിഞ്ഞു നോക്കണ മക്കളാകണമെങ്കിൽ അവർക്ക് മതബോധം വേണം. നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കുട്ടികൾ, നാട്ടിലത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ മതബോധമുള്ള ആളുകളാണ്. ഭൗതികപരമായി അവർ ഉഷാറായി പഠിച്ചു വരുന്നുണ്ട്. പള്ളിയിൽ എപ്പോഴും ക്ലാസ്സിന് വരുന്ന 2-3 കുട്ടികളോട് ഇപ്പം ഞാൻ ചോദിച്ചു, +2-ല് +1-ൽ മാർക്ക് എത്ര? എല്ലാവർക്കും ഡബിൾ പാസ് ഉണ്ട്. അവർ പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നു. ജമാഅത്തിന് വരുന്നു, സുബഹി ജമാഅത്തിന് വരുന്നു. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, സ്കൂളും പഠിക്കുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യമല്ല, തടസ്സമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി മാതാപിതാക്കൾക്ക് ഇല്ലാതെ വന്നാൽ വൃദ്ധസദനങ്ങളായിരിക്കും അവസാനം നമ്മുടെയൊക്കെ അഭയമെന്ന് ഗൗരവപൂർവം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. മക്കൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായിട്ടാണ് നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ യുഗത്തിലെ തലയോണ്ടാണ് നടക്കുന്നത്. കുട്ടികൾ കുട്ടികളുടെ യുഗത്തിലാണ്. നമ്മൾ നമ്മളെ കാലത്തെ ബുദ്ധി വെച്ച് മക്കളെ പരിപാലിച്ചാൽ കൈവിട്ടു പോവും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാര് ഒരുമിച്ച് കൂടരുത്. ഇന്ന് ലൈംഗികമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആദ്യമായിട്ട് എവിടെ നിന്നാണ് ലൈംഗികത ആസ്വദിച്ചത് എന്ന് ചോദിക്കുമ്പോ ഉത്തരം എന്താണെന്നറിയോ? കുടുംബത്തിൽ നിന്ന്. ആരാണ്? അമ്മായിന്റെ മക്കൾ, കസിൻസ് എന്ന് പറഞ്ഞ പേരിൽ സാധനം ഇറങ്ങിയിട്ടുണ്ട് 5-8 കൊല്ലമായിട്ട്. അവർ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോ ഒരു പായിൽ മക്കളെ കടത്തിയിറക്കും, ഒരു റൂമിൽ കടത്തിയിറക്കും. പ്രായപൂർത്തിയായാൽ ആണും പെണ്ണുമാണ്. പിന്നെ കസിൻസ് എന്ന് പറഞ്ഞ പ്രത്യേക പദവിയൊന്നുമില്ല. ഒരു റൂമിലും ഒരു വീട്ടിലും അവർ കടത്തിയിറക്കുന്നത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്.
ഇത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞ വഴിക്ക് നടക്കാത്തതുകൊണ്ട് വന്ന അപകടമാണ്. എത്രയോ പെൺകുട്ടികൾ, കയ്യും കണക്കില്ലാത്ത പെൺകുട്ടികൾ ലൈംഗികത ആദ്യമായി ആസ്വദിച്ചത് എളാപ്പാന്റെ മക്കൾ, മൂത്താപ്പാന്റെ മക്കൾ, പങ്ങള മക്കൾ, അമ്മായിന്റെ മക്കളിൽ നിന്നാണ്. ഒരു സംശയമല്ല, ഇനി വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കളുണ്ട്. ഇത് നമ്മൾ മക്കളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് വളർത്താത്തോണ്ടുള്ള അപകട. ഇനി വേറൊന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ ഇതിനേക്കാൾ ഡോസ് കൂടിയത് ഈ അടുത്ത് ഞാൻ അറിഞ്ഞൊരു വിഷയമാണ്. അമ്മായിന്റെ മക്കളും മൂത്താപ്പാന്റെ മക്കളൊക്കെ തമ്മിൽ ഇങ്ങനെ ഉണ്ടാവാം, അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാന്ന് വെക്കാം. ഇന്ന് കാലം എവിടെ എത്തി, മക്കളുടെ ചിന്ത എവിടെ എത്തി, ബുദ്ധി എവിടെ എത്തി എന്നുള്ളതിന് ഈ അടുത്തൊരു കുടുംബം ഒരു പെൺകുട്ടീന്റെ മുഖത്ത് ഒരു സൈസ് മാനസിക വിഭ്രാന്തി കണ്ടപ്പോ എന്നോട് ഈ ഒരു പരാതി പറഞ്ഞു. ഞാൻ ആ വീട്ടിലത്തെ ആൺകുട്ടികളെ വിളിച്ചു. എന്നിട്ട് അവരങ്ങനെ ചോദ്യം ചെയ്തു. ഈ പെൺകുട്ടി പഠിക്കണ 10ാം ക്ലാസ്സിലാ. ആൺകുട്ടി ഒരാൾ 7, ഒരാൾ 5. അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ച് ഇവരെ എവിടെ കടത്തം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഒരു റൂമിലാണ് കടത്തം. സത്യത്തിൽ പരിശുദ്ധമായ ശരീഅത്ത് നമ്മളോട് പറയുന്നുണ്ട്, കുട്ടികൾക്കൊരു പ്രായത്തിയാൽ മാറ്റി കടത്തണം. ആങ്ങളെയും പങ്ങളും വിചാരിച്ച് അടുത്ത് കടത്താൻ പാടില്ല. ഇത് നമ്മളോട് ശരീഅത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കാത്തോണ്ടാണ്. നിങ്ങളൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ ഉമ്മയും വാപ്പയും മാറ്റി കടത്തിയതാവും. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഏറ്റവും കൂടുതലായി ഇടപെടുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അപ്പൊ ഈ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോ ആ കുട്ടി പറയാണ്, ഈ കുട്ടിയും ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിന്റെ നേരെ താത്ത, ഇവർ രണ്ടാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്. എത്ര തുടങ്ങിയിട്ട് 3 വർഷമായി. 5ാം ക്ലാസ്സിൽ പഠിക്കണ അനിയനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അതും ഉണ്ട് എന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞു. സ്വന്തം പങ്ങളോടാണ്. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നമ്മളോട് പറയുന്നു, കുട്ടികൾക്കൊരു പ്രായത്തിയാൽ, ഇപ്പൊ ഏതാ പ്രായം എന്ന് മനസ്സിലായല്ലോ, 5, 7, ഒരു പ്രായത്തിയാൽ അവരെ മാറ്റി കടത്തണം. ആങ്ങളാ പങ്ങൾ വിചാരിച്ച് അടുത്ത് കടത്തരുത്. സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോലും കടത്തരുത് എന്നും ആ കുട്ടിന്റെ സംസാരത്തിൽ വെച്ച് മനസ്സിലായി. കൂടുതൽ ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നില്ല. സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോലും 5ലോ 6ലോ എത്തിയ കുട്ടികളെ ഉമ്മാന്റെ അടുത്ത് പോലും കടത്തരുത് എന്ന് ആ കുട്ടിന്റെ സംസാരത്തിൽ വെച്ച് മനസ്സിലായി. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഗൗരവപൂർവ്വം മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കുട്ടികൾ നരകത്തിലേക്ക് പോകുന്നല്ലാതെ വേറെ ഒരു ഫലം ഈ മക്കളെ വളർത്തിയതിന്റെ പേരിൽ നമുക്ക് ഉണ്ടാവില്ല. നാളെ ആഖിറത്തിൽ നമുക്കെതിരെ സംസാരിക്കാനും അയൽവാസികളോ നാട്ടുകാരോ എല്ലാം ഉണ്ടാകുക സ്വന്തം പോറ്റി വളർത്തിയ കുട്ടികളുണ്ടാവും. മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നല്ലതുപോലെ ജാഗ്രത നമുക്ക് വേണം. സ്വന്തം സഹോദരിമാരാവട്ടെ, ഉമ്മാന്റെ അടുത്ത് ആൺകുട്ടിയാവട്ടെ, ഉപ്പാന്റെ അടുത്ത് പെൺകുട്ടിയാവട്ടെ, രാത്രി കടക്കുന്നത് ശ്രദ്ധിക്കണം. അയൽവാസികളോട് അല്ലെങ്കിൽ അമ്മായിന്റെ എളാപ്പാന്റെ മക്കളോടൊക്കെ ഉള്ള ബന്ധങ്ങൾ അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മക്കളുണ്ടാവുമ്പോൾ ആഗ്രഹിക്കുന്നത് സ്വാലിഹാവണം തന്നെ. പക്ഷെ നമ്മുടെ വളർത്തു ദോഷം കൊണ്ട് പിന്നെ കുട്ടികൾ വഴിതെറ്റി പോവാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവർക്കും ശുദ്ധ പ്രകൃതിയാണ്. ഇല്ല അന്ന അബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി, പിന്നെ ഉമ്മയും വാപ്പിയാണ് അവനെ കേടിരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നല്ല ജാഗ്രത, അങ്ങനെ അയച്ചു വിട്ട് വളർത്താതിരിക്കുക. ഈ മക്കളെ കൊണ്ട് നാളെ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ സ്വർഗത്ത് പോകാൻ നിൽക്കണ നമ്മളെയും കൂടി അങ്ങോട്ട് മറ്റോടത്തേക്ക് കൊണ്ടുപോകണ ഒരു രീതിയിലേക്ക് നമ്മളെ മക്കൾ മാറും. നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾ കാരണത്താൽ ദുനിയാവിലോ ആഖിറത്തിലോ വശലാകേണ്ട ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. മക്കൾ കാരണമായി സന്തോഷത്തോടുകൂടെ ആഖിറത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന് നേതൃത്വം നൽകി മരണപ്പെട്ടു പോയ ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സൂഫിയാക്കളുണ്ട്, സ്വാലിഹ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സ്വാലിഹ്യങ്ങളിൽ മുത്തഖീങ്ങൾ അല്ലാഹു അവരെയും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന്
ഈമാൻ സലാമത്തായി ആഖിറസമാന്റെ ഫിത്നകളിലൊന്നും പെടാതെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. മക്കളിലും ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു വീട്ടിലും സന്തോഷവും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم ما يراج سيداയ الملك الجباراയ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലിയ മുഴുവൻ ദിക്റുകളും സ്വലാത്തുകളും കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് ചൊല്ലിയത് കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസിൻ്റെയും ചൊല്ലിയതിൻ്റെയൊക്കെ മിസ്ലി സവാബിന് ഹബീബായ റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഹബീബിൻ്റെ റൗളയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിലേക്ക് കടന്നു വന്നതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ ഷാഫി. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ കീറി മുറിക്കേണ്ടുന്ന അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ ഹാസിലാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ റഹ്മാനെ. വീട് പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണത്തുണ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും വീട്ടിലുമുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ഊരവേദനയുള്ളവരുണ്ട്, ബ്രൈറ്റ് ട്യൂമർ ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട് റഹ്മാനെ. രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മഹല്ലിലുള്ളവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും സക്കീനത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്തു മാഫാക്കണേ റഹ്മാനെ.
ഞങ്ങളെ പെറ്റുപോറ്റുന്ന സമയത്ത് അവരുടെ ഇബാദത്തുകളിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബിനോട് കൂടെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബ സമേതം ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്കും ഞങ്ങളുടെ മഹല്ലത്തിലെ പരിശുദ്ധമാക്കപ്പെട്ട ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ടല്ലോ റഹ്മാൻ, അവരൊക്കെ നീ സഹായിക്കണേ റഹ്മാനെ. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിന് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവട്ട് കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവരുടെയൊക്കെ അർവാഹിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിനെ തൊട്ട്, ഇടുക്കത്തെ തൊട്ട്, ഇരുട്ടിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളുടെ മറുപടി പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരോരുമില്ലാത്ത മഹ്ശറ വൻസഭയിൽ സൂര്യൻ ഒരു ചാൺ അകലെയായി കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സമയത്ത് ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തു ഹബീബിന്റെ ഫോട്ടോ കണ്ട്, പരിശുദ്ധ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നല്ല സ്ഥലത്ത് വെച്ച് നല്ല സമയത്ത് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുൻഗാമികൾ മരണപ്പെട്ട മരണം നൽകണേ റഹ്മാനെ. പരിശുദ്ധ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു സഹോദരൻ നാളെ മെഡിക്കൽ കോളേജിലേക്ക് ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷന് വേണ്ടി പുറപ്പെടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഓപ്പറേഷൻ ആണ് ഖൈറെങ്കിൽ ആ ഓപ്പറേഷൻ പരിപൂർണമായ രീതിയിൽ വിജയത്തിലെത്തിക്കണേ റഹ്മാനെ. ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖബൂലും മർബറൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിന്റെ അടുക്കൽ ചെന്ന് സ്വലാത്തും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഞങ്ങൾ ചെയ്ത സംഭാവന കബൂലാക്കണേ റഹ്മാനെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള പരിശുദ്ധ മജ്ലിസുകളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. മക്കൾ കാരണമായി പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളുടെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ഖായിബാക്കി മടക്കല്ല തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.